8-ാം തീയതി നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ചെറിയൊരു ഷോർട്സ് കിട്ടപ്പോൾ കുറെ ആൾക്കാർ ഫോട്ടോ ഇട്ടപ്പോഴും നമ്മൾ കുറെ ആൾക്കാർ വിഷ് ചെയ്തു ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു വ്ളോഗ് ചെയ്യണം വിചാരിച്ചായിരുന്നു, എല്ലാവർക്കും ഒരു താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനൊന്നും ഒരു സമയം കിട്ടിയില്ല കേട്ടോ. പറഞ്ഞ ഒരേ ഷൂട്ടിങ്ങിന്റെ ഒക്കെ തിരക്കിലായിരുന്നു, പുതിയ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ ചെയ്യുന്നു ഇവിടെ? അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 916 പെണ്ണ് കാണൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നിങ്ങൾ എല്ലാവരും കണ്ടോന്ന് അറിയില്ല, കാണാത്തവർ പോയി കാണുക. പുതിയ കുട്ടിക്ക് മെയിൻ ക്യാരക്ടർ ആയിട്ട് അല്ലേ, എൻ്റെ അച്ഛനും അമ്മയും അനിയനും, അവൻ ക്യാമറ ആയിരുന്നു, എൻ്റെ ബ്രദറായിരുന്നു, വല്യമ്മൻ്റെ മോനാണ് കേട്ടോ. അത് എല്ലാവരും പറഞ്ഞു ആ ഗീതുവിൻ്റെ ഹസ്ബൻഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗീതുവിൻ്റെ ഹസ്ബൻഡ് അല്ല, അത് എൻ്റെ വല്യമ്മൻ്റെ മോനാണ്. ഗീതു അല്ല, അവളുടെ പേരെന്തായിരുന്നു, അഞ്ജന പേര്. അതെ, അതില് ക്യാരക്ടർ നേരത്തെ ഉള്ളതില് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചു ആ കുട്ടിക്ക്. ഇപ്പൊ ഇന്നലെ വന്നപ്പോ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം നമ്മള് കാരണം അവര് വിഷമിച്ചപ്പോ നമുക്കൊരു, ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ ആയിരുന്നു അത്, എന്നിട്ട് നേരെ അവൾക്ക് കൊടുത്തതായിരുന്നു. അപ്പൊ എന്തായാലും പോസിറ്റീവായി, അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഇന്നലെ എന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ക്യാരക്ടർ ചെയ്യാൻ ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ നമുക്ക് ചെറിയൊരു തിരക്കായി പോയി. അതുകൊണ്ട് അടുത്ത ഒരു വീഡിയോയില് ഞാൻ തന്നെയായിരിക്കും ഡബിൾ ക്യാരക്ടർ ചെയ്യുക. അത് ഇന്ന് രാത്രി 7 മണിക്ക് വരും അല്ലേ? അപ്പൊ കുഞ്ഞൂസിന് അതിൽ റോളുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് മോനെ എന്തിനാ ഇങ്ങനെ വെച്ച് അഭിനയിപ്പിക്കണെന്നൊക്കെ. അത് ചോദിക്കാറ് കേട്ടോ. അത് ആക്ച്വലി നമുക്ക് അവന്റെ അഭിനയം എങ്ങനെങ്കിലും ആരെങ്കിലും നല്ലൊരാള് കണ്ട് കുഞ്ഞിനെ എങ്ങനെ സിനിമയിലേക്ക് ചാൻസ് കിട്ടുന്നത്. എന്തായാലും നമുക്ക് അതിനോട് അത്ര കിട്ടില്ല സിനിമയില്. നമ്മൾക്ക് കിട്ടുമെന്ന് അറിയില്ല, നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അവനൊരു ലൈഫ് നമ്മൾ സെറ്റിലാക്കി കൊടുക്കുക അല്ലെ? അതൊക്കെയല്ല സിനിമയിലൊക്കെ കിട്ടി രക്ഷപ്പെട്ടില്ല ലൈഫ് പറയില്ലേ. അവന് ഭയങ്കര നല്ല സ്കില്ലുണ്ട്. അത് നമ്മളെ അച്ഛനമ്മമാരും മാക്സിമം പുറത്തെടുക്കാട്ടോ. അതുകൊണ്ടാണ്, അല്ലാണ്ട് നമ്മൾ വേറെ രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞാല് സാധാരണ രീതിയിൽ ചെയ്താൽ ശ്രദ്ധിക്കപ്പെടില്ല. ഒരു ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നല്ല ഇമോഷണൽ ആയിരിക്കണം. അതുകൊണ്ടാണ് കുഞ്ഞുസിനെ കണ്ണ് കാണാത്ത കുഞ്ഞായിട്ട്. അല്ലെങ്കിൽ സാധാരണ ചെയ്യുമ്പോൾ നമുക്കൊരു അവന്റെ അഭിനയം നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. സാധാരണ ഓടും ചാടും ഭക്ഷണം കഴിക്കും, അതിനൊന്നും കിട്ടില്ല. അപ്പൊ ഇതൊക്കെയാകുമ്പോ അവന്റെ അഭിനയം ഉള്ളിൽ. അതുകൊണ്ടാണ് പിന്നെ കുഞ്ഞുസിന് ഇഷ്ടമല്ലേ മോനെ അങ്ങനെയൊക്കെ ചെയ്യാൻ? അഭിനയം ഇഷ്ടമല്ലേ? കണ്ണു ഒന്ന് കാണിച്ചു കൊടുക്കുക. എങ്ങനെയായിരുന്നു ഒന്ന് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നേരത്തെ കാണുന്നതാണ് കാണിക്കേ. പക്ഷെ ക്യാമറ ഓണാക്കി പിന്നെ നമ്മളെ പഠിപ്പിക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലേ. ഭയങ്കര ആക്ടിങ് ആണ്. എത്ര വലിയ ഡയലോഗ് പറയും. കുറച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ വർഷം സ്കൂളിൽ ചേർത്തണം, അതിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കാണ്. കാരണം LKG UKG കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ 1-ാം ക്ലാസ്സിലേക്ക് അവർ എടുക്കുക. ഞങ്ങൾ ഡയറക്റ്റ് 1 എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള്. ഇനിയിപ്പോ അതാ ഷൂട്ടിംഗ് ബാക്കി ചെയ്യണം, എന്നിട്ട് എഡിറ്റ് ചെയ്യാണ്ട് ഇന്ന് തന്നെ 7 മണിക്ക് ഇടാണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോസ് ഒക്കെ പോയിട്ട് കാണുക, അഭിപ്രായം പറയുക അല്ലെ. നല്ലതല്ലെങ്കിൽ നല്ലതല്ലാതെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കമന്റ്സ് ചെയ്യൂ അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര സുഖമാണ്, ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ കൈ കഴുകിട്ടിരുന്നാ മതി. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. പറയും മോനെ എന്താ ചെയ്യേണ്ടത്? ലൈക്കും അടിക്കണം, സബ്സ്ക്രൈബറും അടിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.